ഹായ്, തുടക്കം എന്ന സിനിമയെക്കുറിച്ച് നമ്മൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? സിനിമ ഓണത്തിന് റിലീസ് ചെയ്യുന്നു, ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്നു, മോഹൻലാലിന്റെ മകൾ വിസ്മയ നായികയാവുന്നു. ഒരു നായികാ പ്രാധാന്യമുള്ള സിനിമയാണ്. ആശീർവാദ് സിനിമാസ് സിനിമ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു കൊച്ചു ചിത്രമാണ് എന്നും അറിയാം. അതിനപ്പുറത്തേക്ക് നമ്മൾക്കൊന്നും അറിയില്ല. സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വളരെ ഗംഭീരമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. സിനിമ ഒരു കൊച്ചു സിനിമയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുമല്ല. തുടരും എന്ന മോഹൻലാൽ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഒരു സാധാരണ കൊച്ചു ഫാമിലി മൂവി എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. സിനിമ നല്ലതായി കഴിഞ്ഞാൽ ഒരു വിജയ ചിത്രമായി മാറാൻ പറ്റുന്ന ഒരു സിനിമ, അതായത് ഒരു കൊച്ചു സിനിമ എന്നുള്ളതാണ്. പക്ഷെ തിയേറ്ററിൽ എത്തിയപ്പോൾ നമ്മൾ എന്താണ് കണ്ടത്? നമ്മൾ പ്രതീക്ഷിച്ചതിന് മുകളിൽ, അതായത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ തുടരും എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു. വയലൻസ് ഉണ്ടായിരുന്നു, ത്രില്ലുണ്ടായിരുന്നു, ഫൈറ്റ് ഉണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ളൊരു സിനിമ 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ ഒരു സിനിമയായിരുന്നു തുടരും എന്ന മോഹൻലാൽ ചിത്രം. നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു സാധാരണ കൊച്ചു ഫാമിലി സ്റ്റോറി, പക്ഷെ കണ്ടത് വേറെ ലെവൽ പടം. ആ ഒരു തരത്തിൽ തന്നെയാണ് തുടക്കം എന്ന സിനിമയുടെയും പോക്ക്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജൂഡ് ആന്റണി 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റ് വിജയത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അദ്ദേഹം വെറുതെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന തോന്നുന്നുണ്ടോ? അതായത് അത്രയും വലിയ വിജയ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ് തുടക്കം. വിസ്മയ അതിൽ നായികയാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആശീർവാദ് സിനിമാസ് അത് നിർമ്മിക്കുന്നു. മോഹൻലാൽ മുഖ്യ വേഷം ചെയ്യുന്നുണ്ട് സിനിമയിൽ. ഇത് ഒരു സാധാരണ ഫാമിലി പടമാണ്, ഒരു കൊച്ചു സിനിമയാണ് എന്ന് പറയുന്നത് തന്നെ വലിയ തെറ്റാണ്. ഇതൊരു പക്ക ആക്ഷൻ മൂവി തന്നെയാണ്. സസ്പെൻസും ത്രില്ലും ഒക്കെയുള്ള പക്ക ഒരു ആക്ഷൻ മൂവി. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അത്തരം രംഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനും ഫൈറ്റും അതുപോലുള്ള സംഭവങ്ങൾ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയല്ല തുടക്കം. നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു ഐറ്റം തന്നെയാണ്. തുടക്കം എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ഓണത്തിനാണ്. ഓണത്തിന് വരുന്ന മറ്റു സിനിമകൾ ഏതാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദുൽഖറിന്റെ ഏറ്റവും വലിയ സിനിമ ഐ ആം ഗെയിം, പൃഥ്വിരാജിന്റെ ഖലീഫ, നിവിൻ പോളിയുടെ ഒരു സിനിമയുമുണ്ട്. ഈ സിനിമകളോടൊപ്പം മത്സരിക്കാനാണ് തുടക്കം എന്ന സിനിമ വരുന്നത്. ഒരു സാധാരണ കൊച്ചു സിനിമ ഇത്രയും വലിയ സിനിമകൾക്കിടയിലേക്ക് ഇറക്കി വിടും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് കൊച്ചു സിനിമയല്ല, ഇതൊരു വലിയ സിനിമയാണ്. തീർച്ചയായും നമ്മളെ തുടക്കം എന്ന സിനിമ ഞെട്ടിക്കും. സിനിമ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും അത് ആ സിനിമയുടെ വിധി പോലെയാണ്. പക്ഷെ ഞെട്ടിക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് സിനിമ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന തരത്തിലുള്ള ഫൈറ്റ് രംഗങ്ങളാണ് സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നതും. എന്തായാലും 2026 ഓണത്തിന് തുടക്കം എന്ന സിനിമ മത്സരത്തിനുണ്ടാവും. അതായത് ദുൽഖറിനോടും പൃഥ്വിരാജിനോടും നിവിനോടും മത്സരിക്കാൻ വിസ്മയ ഉണ്ടാവും. കൂട്ടിന് ലാലേട്ടനുമുണ്ട്. എന്തായാലും കാത്തിരിക്കാം ആര് ഞെട്ടിക്കും എന്നറിയാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.